SK Junction. 100 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ 15 പേർക്ക് സിസേറിയൻ വേണ്ടി വരാം എന്ന് ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ച് 1980-കളിൽ പ്രസ്താവന നടത്തിയിരുന്നു. 15% എന്നത് പറഞ്ഞ നിരക്ക് സമയം നോക്കുകയാണെങ്കിൽ, അതായത് 1980-കളിൽ മാതൃമരണ നിരക്ക് 180 ആയിരുന്നു. 2024 ആയപ്പോൾ കേരളത്തിലെ മാതൃമരണ നിരക്ക് 26. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ വരിച്ചിട്ടുള്ള നേട്ടത്തിൻ്റെ സൂചനയാണ് മാതൃമരണ നിരക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കുറവ്. ഈ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോഴും ആളുകൾക്ക് സിസേറിയൻ എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ്. നോർമൽ ഡെലിവറി അല്ലേ ഓക്കെ, അല്ലെങ്കിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ, കുറേ തെറ്റിദ്ധാരണകളൊക്കെ സിസേറിയനുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു അവബോധം ആളുകളിലേക്ക് ശരിയായി എത്തുന്നില്ല എന്നുള്ളൊരു രീതിയുണ്ട്. അപ്പം ആ ഒരു രീതി ഒന്ന് മാറ്റി സിസേറിയൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള അവബോധം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആലോചനയായിട്ടാണ് ഏപ്രിൽ എന്ന മന്ത് സിസേറിയൻ അവയർനെസ് മന്ത് ആയിട്ട് ഇന്റർനാഷണലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആചരിക്കുന്നത്. ഈ ഒരു മന്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സിസേറിയനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ സിസേറിയനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനായിട്ട് പോകുവാണ്. അതിന്റെ ഇമ്പാക്റ്റ് എന്താണ് സിസേറിയൻ, എങ്ങനെയാണ് നോർമൽ ഡെലിവറിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് Obbsetrics ആൻഡ് Gynaecology ഡിപ്പാർട്ട്മെന്റ്, മിറ്റര ഹോസ്പിറ്റൽ, തിലകം. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, ഫസ്റ്റ് ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ ഇത്തരം ഒരു മന്ത് 2025 എത്തുമ്പോഴും ആചരിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് എ അവയർനെസ് ഓഫ് സിസേറിയൻ. അത് സിസേറിയൻ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല. ഇറ്റ് ഈസ് ബിക്കമിങ് എ ഫാഷൻ that most of the people are going in for cesarean. They think it is more safer than a normal delivery. And the main problem now is that the cesarean rate is tremendously going up. So it is causing actually a reverse effect. It is causing more harm to the patient now. So it is necessary that we know about cesarean, when it should be done, what are the indications, how to prevent cesarean sections. And it is not that it is not a safe procedure. It is a safe procedure, but when compared to a normal delivery, always prefer for a normal delivery. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നുള്ളത് സാറ് പറഞ്ഞു. സാറ് പറഞ്ഞു, ഇപ്പോൾ പണ്ട് നമുക്ക് സിസേറിയൻ ഒരു ചില ഘട്ടങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് അറിയേണ്ടതായിട്ടുണ്ട്. സിസേറിയൻ എന്താണ്, അതുപോലെ നോർമൽ ഡെലിവറി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് Obbsetrics ആൻഡ് Gynaecology ഡിപ്പാർട്ട്മെന്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തിലകം. സർ, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിസേറിയൻ എന്താണ്, അതിനെക്കുറിച്ച് ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് എന്താണ് സിസേറിയൻ, നോർമൽ ഡെലിവറിയിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു? നാച്ചുറലായിട്ട് പ്രകൃതി എല്ലാം നോർമലായിട്ട് നടക്കുന്നതാണ് ഒരു പ്രസവം. അത് അമ്മയുടെ വയറ്റിൽ കിടന്ന് വളർന്ന് യൂട്രസിനകത്ത് വളർന്ന് സമയമാകുമ്പം നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിൽ കൂടെ യൂട്രസ്, അമ്മയുടെ പെൽവിസ്, വെജൈനൽ കൂടെ നാച്ചുറലായിട്ട് വെളിയിലേക്ക് വരുന്നതാണ് ഒരു നോർമൽ ഡെലിവറി. അത് മോസ്റ്റ് ഓഫ് ദ കേസസ് അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടാകാറില്ല. ബട്ട് സം കേസസ് അത് കുട്ടിയുടെ പൊസിഷൻ കൊണ്ടോ അമ്മയുടെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടോ യൂട്രസിൻ്റെ കുഴപ്പം കൊണ്ടോ ആ പ്രസവത്തിന് തടസ്സം വന്നേക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അമ്മയുടെയോ കുട്ടിയുടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർക്ക് റിസ്ക് ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ഓപ്പറേഷനിൽ കൂടെ വയറ് തുറന്ന് കുട്ടിയെ വെളിയിലെടുക്കുന്നതാണ് സിസേറിയൻ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പം സിസേറിയനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, അയ്യോ സിസേറിയൻ ആവോ, ഞാൻ ഇനി നോർമൽ ഡെലിവറി ആണോ, ഇനി നോർമൽ ഡെലിവറി അല്ല എന്നുണ്ടെങ്കിൽ എന്നെ എന്ത് ആളുകൾ പറയും തുടങ്ങിയ കൺഫ്യൂഷൻസ് ഒക്കെ ഈ സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക്. സോ നമ്മൾ ഇന്ന് സിസേറിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഇന്ന് നീക്കാനായിട്ട് പോവുകയാണ്. അതൊക്കെ നമ്മൾ ഒരു അവയർനെസ് നമുക്ക് തന്നെ നമ്മൾ നൽകാനായിട്ട് പോവുകയാണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. അറിയാനായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. So keep on listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. SK ജംഗ്ഷനിലൂടെ നമ്മൾ പല വിധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സിസേറിയനെ കുറിച്ചാണ്. കാരണം ഏപ്രിൽ മാസം എന്ന് പറയുന്നത് സിസേറിയൻ അവയർനെസ് മന്ത് ആണ്. ഈ ഒരു സിസേറിയൻ അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പലർക്കുമുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള ചില സംശയ നിവാരണമാണ് ഇന്നത്തെ നമ്മുടെ SK ജംഗ്ഷൻ. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD of Obbsetrics and Gynaecology Department from മീറ്റര ഹോസ്പിറ്റൽ, തെലകം. സാർ, നമ്മൾ ഈ സി സെക്ഷനെ കുറിച്ച്, സിസേറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സിസേറിനും പ്ലാൻഡ് സിസേറിയൻ ആണോ അതോ ആ ഒരു എമർജൻസി ഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കുന്നതാണോ? ട്രെൻഡ് മാറി വരുന്നുണ്ട്. പഴയ കാലങ്ങളിൽ കൂടുതലും എമർജൻസി ആയിരുന്നു സിസേറിയൻ. അപ്പം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സിസേറിയൻ ചെയ്തിരുന്നുള്ളൂ, അത്യാവശ്യമാണെങ്കിൽ അമ്മയുടെ കുട്ടിയുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് കൊണ്ടും ചെക്കപ്പ് കൊണ്ടും കുറേയൊക്കെ നമുക്ക് നേരത്തെ സിസേറിയൻ വേണ്ടി വരുന്ന ആളുകളെ നേരത്തെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എലക്ടീവ് സിസേറിയൻസ് കൂടി വരികയാണ്. ഇപ്പോൾ പ്ലാസൻ്റ പ്രീവിയ, ഇല്ലെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് കൂടുതലുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് കൂടെ നമുക്കിത് അറിയാൻ പറ്റുന്നു. അപ്പം ഇങ്ങനെയുള്ള കേസസ് നമുക്ക് നേരത്തെ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഗോ ഫോർ എ സിസേറിയൻ സെക്ഷൻ. അപ്പോൾ പഴയ കാലത്ത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഇലക്ട്രിക് സിസേറിയൻ കൂടി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറേയൊക്കെ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ആ ലേബറിൻ്റെ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ്, അമ്മയ്ക്കോ കുട്ടിക്കോ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സിസേറിയൻ കുട്ടിയെ വെളിയെടുക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഡു ആൻ എമർജൻസി സിസേറിയൻ സെക്ഷൻ. ഓക്കെ, അപ്പം ഈ സിസേറിയൻ നടത്തുന്ന സമയത്ത് ഇപ്പം ചിലപ്പം സാർ പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിലായിരിക്കും ഓക്കെ നമുക്ക് സി സെക്ഷനാണ് വേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഫാമിലിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രഗ്നൻറ്റ് ലേഡിക്കാണെങ്കിലും ഉള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അവരൊരു പേടിയാണെന്ന് വെച്ചാൽ അത് സേഫ് ആണോ, സുരക്ഷിതമാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. സോ എന്താണ് ഈ ഒരു സിസേറിനെ കുറിച്ച് സാറിന് പറയുന്നത്? സുരക്ഷിതമാണോ? എത്രമാത്രം നമുക്ക് ഒരു സേഫ്റ്റി പ്രതീക്ഷിക്കാം? നമ്മൾ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ നോർമൽ ഡെലിവറി ആയിട്ട് കമ്പയർ ചെയ്യണം. ഈവൻ എ നോർമൽ പ്രഗ്നൻസി ഈസ് നോട്ട് ആബ്സല്യൂട്ട്ലി സേഫ്. ഒരു നോർമൽ പ്രസവത്തിന് പോലും റിസ്ക് ഉണ്ട്. ഇപ്പോഴും നമ്മൾ ലോകത്തിൽ വെച്ച് മെച്ചമായിട്ടുള്ളൊരു റേറ്റ് ആണെങ്കിൽ ഈവൻ നൗ ഇൻ കേരള ദർ ഇസ് മെറ്റർണൽ മോർട്ടാലിറ്റി റേറ്റ് ഇസ് 20 per lakh. അപ്പോൾ നോർമൽ ഡെലിവറിക്ക് പോലും റിസ്ക് ഉണ്ട്. തീർച്ചയായിട്ടും സിസേറിയന് ഒരു നോർമൽ ഡെലിവറിക്കാളും റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ആസ് ഫാർ ആസ് പോസിബിൾ വി ട്രൈ ഫോർ എ നോർമൽ ഡെലിവറി. പക്ഷേ അമ്മയ്ക്കോ കുട്ടിക്കോ എന്തെങ്കിലും റിസ്ക് തോന്നുകയാണെങ്കിൽ വി ആർ വില്ലിംഗ് ടു ടേക്ക് ദറ്റ് എക്സ്ട്രാ റിസ്ക്, സ്മോൾ എമൗണ്ട് ഓഫ് റിസ്ക് ആൻഡ് ഡു എ സിസേറിയൻ സെക്ഷൻ. തീർച്ചയായിട്ടും പഴയ കാലത്ത് ആദ്യം സിസേറിയൻ 1700s 1800s തുടങ്ങുമ്പം നിയർലി 95% of the mothers used to die. Now we have come to such a stage that we have developed so much in the തിയേറ്ററിലാണെങ്കിലും എക്യുപ്മെൻറ്റ്സിലാണെങ്കിലും അനസ്തീസിയയിലാണെങ്കിലും ഒക്കെ നമുക്ക് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ട് ഇറ്റ് ഈസ് ഓൺ പാർ വിത്ത് എ നോർമൽ ഡെലിവറി. ബട്ട് റിസ്ക് ഇല്ല എന്നല്ല, തീർച്ചയായിട്ടും ഒരു നോർമൽ ഡെലിവറി വെച്ച് നോക്കുമ്പം ഒരു മിനിമൽ റിസ്ക് കൂടുതലുണ്ട് സിസേറിയന്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് മുന്നോട്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ എന്തായാലും സിസേറിയൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സിസേറിയൻ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തുമാത്രമാണ്, സിസേറിയൻ സുരക്ഷിതമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്, അറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD of Obbsetrics and Gynaecology Department from മീറ്റര ഹോസ്പിറ്റൽ, തെലകം. സാർ, നമ്മൾ സി സെക്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സിസേറിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് എന്താണ് സിസേറിയൻ എന്നുള്ളൊരു അവയർനെസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഡെലിവറി, ഇപ്പം ഒരു സി സെക്ഷൻ കഴിഞ്ഞ ഒരാൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ എന്നുള്ളൊരു സംശയം അമ്മമാർക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സംശയമാണ്. സോ എങ്ങനെയാണത്, ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ? ആദ്യത്തെ സിസേറിയൻ എന്ത് കാരണത്തിനാണ് ചെയ്തതെന്നനുസരിച്ചിരിക്കും. പിന്നെ ആദ്യത്തെയും രണ്ടാമത്തെ പ്രസവത്തിനുള്ള ഗ്യാപ്പ്, അമ്മയുടെ പ്രായം, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അടുത്ത നമുക്ക് നോർമൽ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു 1.5 വർഷമെങ്കിലും ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പ്രസവമെങ്കിൽ നമുക്ക് നോർമൽ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടലായിട്ടോ
ബ്ലീഡിങ് ആയിട്ടോ ഒക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അടുത്ത നോർമൽ ട്രൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ കുട്ടിക്ക് ഇറങ്ങാൻ ഇടയില്ലാത്ത സീനിൽ കുട്ടിക്ക് സൈസ് കൂടുതലായിരുന്നു, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് പൊക്കം കുറവാണ്, പ്രസവിക്കാനുള്ള ഇടവില്ലെങ്കിൽ അടുത്തത് സിസേറിയൻ തന്നെയായിരിക്കും. അപ്പം മിക്ക കേസസും ഓൺ ആൻ ആവറേജ് about 60 to 70% of the people can attempt a normal delivery. പക്ഷെ അത് ഡോക്ടറുമായിട്ട് സംസാരിച്ച്, and patient also should be mentally prepared to go through the normal labor. ഇപ്പം എല്ലാവരും ഒരു ഡെലിവറി ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് അടുത്ത പെയിൻ തുടങ്ങുമ്പോഴേ അവർക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ പാടില്ല. ദേ ഷുഡ് ബി പ്രിപ്പയർഡ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ടു ഗോ ത്രൂ ദറ്റ് ലേബർ. സാർ, ഇപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സാർ പറഞ്ഞു മെൻ്റലി നമ്മൾ റെഡി ആയിരിക്കണം, പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സോ ഈ ഒരു സി സെക്ഷന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ ഇപ്പം അവരുടെ കുടുംബക്കാരാണെങ്കിലും അവർ എങ്ങനെയാണ് മെൻ്റലി ഇപ്പം പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്തൊക്കെ രീതിയിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? മെൻ്റലി ഈസ് ദാറ്റ് everybody should know that labor itself is a tremendous physical activity. And it's not a pleasant experience. Delivery കഴിഞ്ഞ് it's very happy moment ആണെങ്കിലും the actual process of labor is quite tiring, quite strenuous. അപ്പോൾ മിക്കവർക്കും ആ സമയത്ത് they go through a tremendous emotional and physical stress. പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് വീടുകളിൽ ഒരുപാട് സപ്പോർട്ടുണ്ട്, റിലേറ്റീവ്സ് ആയിട്ട്, അമ്മയായിട്ട്, അമ്മൂമ്മമാരായിട്ടും ഒക്കെ ആയിട്ട്. നൗ ഡേയ്സ് ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ ഫാമിലി ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫിസിക്കലി ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. ഇൻ ദ സെൻസ് ആക്ടിവിറ്റി ഒന്നുമില്ല, എക്സസൈസ് ഒന്നുമില്ല. പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ ഗർഭിണിയാണെങ്കിൽ എക്സ്ട്രാ പണി കൊടുക്കും, ഫിസിക്കൽ ആക്ടിവിറ്റി, വെള്ളം കോരണം, അരി ഇടിക്കണം, നെല്ല് കുത്തണം, പറമ്പിൽ പണിയണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഗർഭിണിയായ ആദ്യം തൊട്ട് തന്നെ റെസ്റ്റാണ്, കുനിയണ്ട, സ്റ്റെപ്പ് കയറണ്ട, യാത്ര ചെയ്യണ്ട എന്നൊക്കെ പറയും. ഇൻഫാക്ട് ദാറ്റ് ഈസ് എ മെയിൻ പ്രോബ്ലം. Physically, if you are active, your body becomes more supple. Your body is more ready to go for a normal delivery. നമ്മൾ inactive ആയിട്ടിരിക്കും. Most of the people now are desk job, either in the IT, bank, teachers. അവർക്ക് they don't have any physical activity. അവരോട് എക്സസൈസ് ചെയ്യാൻ പറയാനുള്ള സമയം അവർക്കില്ല. രാവിലെ പോയാൽ വൈകുന്നേരം 8 മണിക്കാണ് തിരിച്ചു വരുന്നത്. So tell them to do exercise is also not practical for them. But it is important, very important that they do a lot of physical activity. Unless they are specifically told to take rest, physical activity is very important. And mentally prepared that നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ they are even a small amount of pain or discomfort they are not able to tolerate. ആ കൂടെ നിൽക്കുന്ന അപ്പനമ്മമാർക്ക് അതുപോലെ തന്നെയാണ്. ചെറിയ വേദന തുടങ്ങുമ്പോഴേ പറയും, എൻ്റെ മോളെ വിഷമിപ്പിക്കരുത്, സിസേറിയൻ ആണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, കൊച്ചിനും അമ്മയ്ക്കും കുഴപ്പമൊന്നും വരാൻ പാടില്ല. ദാറ്റ് ഈസ് ദ ജനറൽ ആറ്റിറ്റ്യൂഡ്. സോ എവറിബഡി തിങ്സ് സിസേറിയൻ ഇസ് എ വെരി സിമ്പിൾ തിങ്, പെട്ടെന്ന് തീരാം, ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ലെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം ജനറലി പബ്ലിക്കിന്, അച്ഛനമ്മമാർക്കും പേഷ്യൻറ്റിനും അങ്ങനെ തന്നെയാണ്. And so that is important. They should be supported mentally and they should be told ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും, ഞങ്ങളൊക്കെ ഇത് അനുഭവിച്ചാണ്. So if they told that repeated ആയിട്ട് പറയുകയാണെങ്കിൽ they will be prepared. ഇപ്പോൾ most of the people are not mentally prepared to go through labor. ഓക്കെ, സോ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇപ്പം അതിനകത്ത് തന്നെ ഒരുപാട് സംശയങ്ങളും ഉണ്ട്. എന്തായാലും ഈ സംശയങ്ങളൊക്കെ നമ്മൾ പാട്ടുകൾക്ക് ശേഷം ചോദിക്കുന്നതായിരിക്കും, ഉത്തരം കേൾക്കുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. സോ നമുക്ക് മെന്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് കേൾക്കാം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് സിസേറിയനെ കുറിച്ചാണ്. എന്താണ് സിസേറിയൻ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, എത്രമാത്രം സുരക്ഷിതമാണ് സിസേറിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് Obbsetrics ആൻഡ് Gynaecology ഡിപ്പാർട്ട്മെന്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തിലകം. സാർ, നമ്മൾ സിസേറിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ എന്ന് പറഞ്ഞപ്പം സാർ അതിനകത്ത് ചില ഫാക്ടേഴ്സ് പറഞ്ഞതിൽ ഒന്നാണ് പ്രായം എന്ന് പറഞ്ഞത്. അപ്പം ഒന്നാമത്തെ കാര്യം, ഈ പ്രായം സി സെക്ഷന് എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം അതിനെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ബേബി വരുമ്പോൾ സമയത്തും സി സെക്ഷൻ എത്രമാത്രം ഈ പ്രായം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാണ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിനും ഒരു ഐഡിയൽ പ്രായമുണ്ട്, പ്രഗ്നൻ്റ് ആകുന്നതിനും ഒരു സമയമുണ്ട്, ideal time. So ideally you find between 20 and 30 you should have your first child.
ഫിനിഷ് യുവർ ഫാമിലി ബിഫോർ ദ ഏജ് ഓഫ് 35. നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് നാച്ചുറലായിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പോൾ പ്രഷറാകട്ടെ, ഷുഗറാകട്ടെ, വെയിറ്റ് കൂടുന്നു, തൈറോയിഡിൻ്റെ പ്രോബ്ലം, ഇതൊക്കെ നമ്മൾ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ആൻഡ് നമ്മുടെ ബോഡിക്കും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. 35 കഴിയുമ്പോൾ പ്രായമാവുന്നല്ല, ബട്ട് ദാറ്റ് നാച്ചുറലി നോർമൽ ഏജിങ്ങിൻ്റെ നമ്മുടെ ബോഡിയൊക്കെ കുറച്ചുകൊണ്ട് സ്റ്റിഫാകും, നമ്മുടെ ജോയിൻസ് ഒക്കെ സ്റ്റിഫാകും. ഒരു നാച്ചുറൽ നമുക്ക് ആ പ്രസവ സമയത്ത് നമ്മുടെ അസ്ഥികളെ കുറച്ച് അകൽച്ച ഉണ്ടാകുന്നതൊക്കെ ഇത് കുറച്ച് റെസ്ട്രിക്ഷൻ വരും. ആൻഡ് ഇതിൻ്റെ കൂടെ ഇപ്പം പ്രഷറോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ആഡ് ടു ദ റിസ്ക് ഓഫ് ദ പ്രഗ്നൻസി. അപ്പോൾ തീർച്ചയായിട്ടും ഏജ് എല്ലാവർക്കും അങ്ങനെ വരണമെന്നല്ല, ഏജ് കൂടുന്നതനുസരിച്ച് സിസേറിയൻ റേറ്റ് കൂടും. സിസേറിയൻ മാത്രമല്ല, പ്രഗ്നൻസിയിലുണ്ടാകുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും ഏജ് റിലേറ്റഡ് ആണ്. പ്രഷർ ആകട്ടെ, ഷുഗർ ആകട്ടെ, പ്രീമച്വർ ലേബർ, ബ്ലീഡിങ്, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഏജ് റിലേറ്റഡ് ആണ്. ആൻഡ് സിസേറിയൻ ഓൾസോ ഏജ് റിലേറ്റഡ് ആണ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഓക്കെ, അപ്പം ഒരു സംശയം ചോദിച്ചോളെ. ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വിമൻ അല്ലെങ്കിൽ ഒരു ലേഡി എങ്ങനെയൊക്കെയാണ് തങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇപ്പം പ്രായം കൂടിയ ഒരു സ്ത്രീ ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ഒരു നോർമൽ ലേഡി ആണെങ്കിലും എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് അവരെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്? ശരിക്കും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും, സ്പെഷ്യലി ആദ്യത്തെ ആണെങ്കിൽ നിങ്ങൾ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്, അതായത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ the couple should go to a doctor. They should have a general checkup. They should discuss when they are planning the family. And ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എത്ര നാളത്തെ ഗ്യാപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ജനറൽ ഹെൽത്ത് ചെക്കപ്പ്, അവരുടെ യൂട്രസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. സപ്പോസ് ചിലർ അവർ 27-28 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ച് അവർ പറയാൻ ഞങ്ങൾ സെറ്റിലാകണം, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ ആക്ച്വലി ദേ ആർ ഗോയിങ് ടു ബിക്കം 32-33. ദാറ്റ് ഈസ് നോട്ട് എ വെരി ഗുഡ് ഏജ്. സോ we will see their ovary, their uterus, their semen ഒക്കെ normal ആണെങ്കിൽ probably there is no harm. We'll tell them. We'll at least counsel them that you probably don't wait. കുറച്ച് നേരത്തെ ആകാൻ നോക്കാൻ പറയും. പിന്നെ സപ്പോസ് ഇൻസിഡൻ്റലി നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുകയാണ്, സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുഴയുണ്ട്, ഒരു എൻഡോമെട്രിയോസിസ് ഉണ്ട്, അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഓർ ഇഫ് അവർക്ക് ചെറിയ ഷുഗറിൻ്റെ ഇതുണ്ട്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഏജ് അഗെയിൻ ഇസ് ഗോയിങ് ടു ഇൻക്രീസ് ദെയർ പ്രോബ്ലം. സോ പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വൺസ് ദേ ബിക്കം പ്രഗ്നൻറ്റ്, റെഗുലർ ചെക്കപ്പ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പം നമ്മളത് സെറ്റിൽ ചെയ്യുക. ആൻഡ് ഫ്രം 3rd month ഓൺവേർഡ്സ് regular exercise is very important. That is which is being neglected, because abroad and all that, most of the places they have antenatal classes. ആ ക്ലാസ്സിൽ എന്തൊക്കെ എക്സസൈസസ് ചെയ്യേണ്ട, സ്ട്രെച്ചിങ് എക്സസൈസ്, ബ്രീതിങ് എക്സസൈസ് ഒക്കെ അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കും. ആൻഡ് ദ പാർട്ട്നേഴ്സ് ഓൾസോ അറ്റൻഡ് അലോങ് വിത്ത് ദാറ്റ്. വി ഓൾസോ ഹാവ് ക്ലാസ്സസ് ഹിയർ, ബട്ട് എക്സസൈസ് നമ്മൾ ആന്റിനേറ്റൽ അങ്ങനെ തുടങ്ങിയിട്ടില്ല. We tell them, but still demonstration നമ്മളിവിടെ തുടങ്ങിയിട്ടില്ല. But that also should be there, and they should find time, because after all ദിസ് ഈസ് പണ്ടത്തെ മാതിരി 8-10 പിള്ളേരൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല. വളരെ വിഷമിച്ചാണ് 1-2 ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് സം ടൈം ഫോർ ദാറ്റ് യുവർ ചൈൽഡ്. ആൻഡ് യു ലുക്കിംഗ് ആഫ്റ്റർ യുവർ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ടേക്കിംഗ് പ്രോപ്പർ മെഡിസിൻസ്, റെഗുലർ ചെക്കപ്പ്, ഇതിനെല്ലാത്തിനും യു ഷുഡ് ബി ഏബിൾ ടു പ്ലാൻ ആൻഡ് ടൈം. ഓൺലി ദെൻ യു ക്യാൻ ഗോ ത്രൂ പ്രഗ്നൻസി സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പം സാറ് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ടൈം, നമ്മുടെ ഹെൽത്തൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ നൽകുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. ആൻഡ് ദിസ് ഈസ് SK ജംഗ്ഷൻ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM, സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സിസേറിയനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരമ്മ ജന്മമെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ്. അവരുടെ മാനസികം, ശാരീരികമായിട്ടുള്ള ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു പ്രസവത്തിലൂടെ. ആൻഡ് അതിനുശേഷം ഡെലിവറിക്ക് ശേഷം കുഞ്ഞുണ്ടാകുന്നു, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നു. സാറ് പറഞ്ഞിരുന്നു ആഫ്റ്റർ ഒരു ഡെലിവറി നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്, പക്ഷേ ഒരു ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സുരക്ഷിതമായിരിക്കണം, നമ്മൾ ആലോചിച്ച് വേണം എടുക്കാൻ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിസേറിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിസേറിയനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നൊന്ത് പ്രസവിച്ചതല്ലേ നമ്മൾ എന്നുള്ള അമ്മമാരെ പറയുന്ന ഈ ഒരു ഡയലോഗിനെ സിസേറിയൻ ചെയ്ത വ്യക്തികളോട് പറയുന്നത്, നിനക്കത് പറയാനുള്ള അർഹതയില്ല, കാരണം നീ ഓപ്പറേഷൻ നടത്തിയതാണ്, നൊന്ത് പ്രസവിച്ചതിൻ്റെ വേദന നിനക്കറിയില്ല എന്ന് പല അമ്മമാരും കേട്ട കാര്യം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്, ഈ സിസേറിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് ഒബ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ, തെലങ്കാന. സാർ, എന്തൊക്കെയാണ് ഈ ഒരു സെക്ഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? പല അമ്മമാർക്കും ആ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ പോകുന്നത് ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ്. അത് ഡെഫിനറ്റായിട്ട് ഇറ്റ് ഈസ് ബോത്ത് ആ സമയത്ത് ഹസ്ബൻഡും കൂടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി എ വെരി വെരി എമോഷണൽ പ്രോസസ് വിച്ച് ഗോസ് ഓൺ. തീർച്ചയായിട്ടും അതിനൊരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട്. ദാറ്റ് ദ മദർ ഹാസ് ടു ഗോ ത്രൂ ട്രെമെൻഡസ് സോർട്ട് ഓഫ് എ പ്രഷർ ആൻഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രഷർ. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് പ്രസവിച്ചാലേ അമ്മയ്ക്ക് ആ മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് വരുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ദാറ്റ് സിസേറിയൻ കഴിഞ്ഞാലും പെയിന് കുറവൊന്നുമില്ല. ഒളി തിങ് ലേബറിൽ നമുക്ക് ആ 6-8 മണിക്കൂർ നമ്മൾ സഹിക്കും. അത് കഴിഞ്ഞ് യു ആർ കംഫർട്ടബിൾ, നെക്സ്റ്റ് ഡേ യു ആർ റിയലി കംഫർട്ടബിൾ. സിസേറിയൻ കഴിഞ്ഞ് 6-7 ദിവസം പിന്നെ വേദന തിന്നേണ്ടി വരും. സോ ആ സ്കാറിൻ്റെ പെയിനും സിസേറിൻ്റെ പെയിനും അതിൻ്റെ കൂടെ കൊച്ചിനെ നോക്കാനും ഒക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ക്വൈറ്റ് അൺകംഫർട്ടബിൾ. സോ നമുക്കിവിടെ നോർമൽ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർ നോർമലായിട്ട് പ്രസവിച്ചിട്ടുണ്ട്. ആൻഡ് വി ഓൾവേസ് ആസ്ക് ദം വിച്ച് ഇസ് ബെറ്റർ. ദേ ഓൾവേസ് സേ ദാറ്റ് നോർമൽ ഡെലിവറി ഈസ് ബെറ്റർ. ഈ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ദേ വുഡ് പ്രിഫർ എ നോർമൽ ഡെലിവറി. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് വൺ ഈസ് ഈസിയർ. സെക്കൻഡ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, എവറിബഡി ഫീൽസ് ദാറ്റ് സിസേറിയൻ ഇസ് എ വെരി സേഫ് പ്രൊസീജിയർ. പണ്ടത്തെ കാലത്ത് വെച്ച് യെസ് ഇറ്റ് ഈസ് സേഫർ, ബട്ട് പ്രിഫറബിൾ ഇറ്റ് ഈസ് ബോത്ത് ഫോർ ദ മദർ ആൻഡ് ദ ബേബി. നോർമൽ ഡെലിവറി ഈസ് ബെറ്റർ. നമ്മൾ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചേഞ്ചസ്, കൊച്ചിന് ആ അമ്മയുടെ ശരീരത്തിൽ കൂടെ ഇറങ്ങി വരുമ്പം ഉണ്ടാകുന്ന ചേഞ്ചസ്, ആ കൊച്ചിനുള്ള ആ സ്ട്രെസ്സ്, നാച്ചുറൽ ഹാർമോൺസ് കൊച്ചിന് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ദോസ് ബേബീസ് ഡു മച്ച് ബെറ്റർ ആഫ്റ്റർ ലൈഫ്. അമ്മയുടെ വജാനയിൽ കൂടെ കുട്ടി ഇറങ്ങി വരും, അവിടുത്തെയുള്ള ബാക്ടീരിയ ഒക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർക്ക് റെസിസ്റ്റൻസും കൂടുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് കുറവാണ്, അലർജിക് പ്രോബ്ലംസ് കുറവാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി ഓൾസോ യു ഫൈൻഡ് ദാറ്റ് ദേ ആർ മച്ച് മോർ ഹെൽത്തിയർ ദാൻ എ സിസേറിയൻ ബേബി. അപ്പം നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് അത്യാവശ്യ ഘട്ടത്തിലാണ്. അത് നമ്മൾ ആ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്കോ കൊച്ചിനോ എന്തെങ്കിലും റിസ്ക് കൂടുതലാണ് എങ്കിൽ we are prepared to undergo these small problems. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പം നിയർലി 5-10% ഓഫ് ദ സിസേറിയൻ ബേബീസ് അവർക്ക് ശ്വാസമുട്ടലുണ്ടാവും ഡെലിവറിക്ക്. പലപ്പോഴും അവർ നഴ്സറിയിൽ വെക്കേണ്ടി വരും, നെഞ്ചിനകത്ത് വെള്ളം കെട്ടും. ഇങ്ങനെയുള്ള സിസേറിയൻ ബേബീസിന് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഭാവിയിൽ കൂടുതലാണ്, ആസ്മ അങ്ങനെയൊക്കെ ഉള്ളത്. സോ ഇഫ് യു തിങ്ക് ദാറ്റ് വേ, ഓൾവേസ് ഫോർ യുവർ ബേബി ലോങ് ടേം, നോട്ട് ഇമ്മീഡിയറ്റ് മാത്രം, ഈവൻ ലോങ് ടേം അവർ അഡൽട്ടായി കഴിഞ്ഞാലും അവരുടെ ഹെൽത്തിന്, അവരുടെ റെസിസ്റ്റൻസിനും ഇമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നോർമൽ ഡെലിവറി ഈസ് ബെറ്റർ. സോ തിങ്കിങ് ദാറ്റ് സിസേറിയൻ ഇസ് വെരി സേഫ്, നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം എവറിബഡി ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ പറയാം എന്നാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ സിസേറിയൻ ചെയ്യാൻ പാടില്ല, കൊച്ചൊന്ന് കരയാൻ താമസിച്ചു, ഇല്ലെങ്കിൽ നമ്മൾ പ്രസവത്തിന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായി, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം ഇപ്പോഴത്തെ ജനറൽ എന്ത് പ്രോബ്ലം അൺപ്രഡിക്റ്റബിളായിട്ട് വന്നാലും എല്ലാവരുടെയും ഒരു എന്നാൽ നിങ്ങൾക്ക് നേരത്തെ സിസേറിയൻ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കും. സോ ദാറ്റ് ഈസ് വൈ യു ഫൈൻഡ് മോസ്റ്റ് ഓഫ് ദ ഡോക്ടേഴ്സ് ദേ ആർ ഗോൺ ഫോർ എ ഡിഫെൻസീവ് മെഡിസിൻ. ആർക്ക് റിസ്ക് എടുക്കാൻ, എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എല്ലാവരുടെയും സിസേറിയൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. സോ യു ഫൈൻഡ് ദ സിസേറിയൻ റേറ്റ് ഇസ് ഇൻക്രീസിങ് ട്രെമെൻഡസ്ലി. ദാറ്റ് ഈസ് എ നോൺ ഫാക്ട്. ഇവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും സിസേറിയൻ റേറ്റ് ഇസ് ഇൻക്രീസിങ്. സോ അത് നമുക്ക് ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ ഇപ്പം സാറ് നല്ലത് ഹാംഫുൾ ആയിട്ട് തന്നെയല്ലേ അഫക്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഹാംഫുൾ ആണ്. ഇറ്റ് ഈസ് എ പബ്ലിക് എക്സ്പെൻഡിച്ചർ. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും സംബഡി ഈസ് സ്പെൻഡിങ് മണി ഫോർ ദാറ്റ്. അപ്പം നമുക്ക് ഒരു ഡെലിവറിക്ക് 5,000 രൂപ ആണെങ്കിൽ സിസേറിയന് 50,000 രൂപയാണ്. സോ 10 times more cost for a cesarean section. ഇപ്പോൾ പ്രൈവറ്റിലാണെങ്കിൽ ഒരു നോർമലി 50,000 രൂപയാണെങ്കിൽ ഒരു സിസേറിയന് 1,00,000 രൂപയായിരിക്കും. സോ സംബഡി ഈസ് സ്പെൻഡിങ് മണി ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ബെനിഫിഷ്യൽ ഹെൽത്ത് വൈസ് ഫോർ ദ മദർ ഓർ ദ ബേബി. അപ്പോൾ ചെയ്യേണ്ട കേസസിന് ചെയ്യണം, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഷോർട്ട് കട്ട് ഫോർ എവറിത്തിങ്. That we must realize it is going to cause more harm in the future. So as far as possible,
everybody should be encouraged to go for a normal delivery. ഞാനിപ്പം ഏത് സിനിമയാണെന്ന് ഓർക്കുന്നില്ല, പക്ഷേ ഇതൊരു സിനിമ സീന് ഞാനിങ്ങനെ കണ്ടതാണ്. എനിക്ക് സിസേറിയൻ മതിയേ എന്ന് പറഞ്ഞിട്ടൊരു പ്രഗ്നന്റ് ലേഡി ഇങ്ങനെ കരയുന്നുണ്ട്. സോ സിസേറിയൻ ഭയങ്കര സേഫാണ് എന്നുള്ള ഒരു തോട്ട് ഇപ്പം എല്ലാവർക്കും ഉണ്ട്. നോർമൽ ഡെലിവറി പറ്റില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പം സാർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടെ ഉള്ളവർ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തിലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് Obbsetrics ആൻഡ് Gynaecology ഡിപ്പാർട്ട്മെന്റ് ഫ്രം മീറ്റര ഹോസ്പിറ്റൽ തെലകം. സാർ, നമ്മൾ സിസേറിയനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്കൊരു സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലത്ത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹാംഫുൾ ആണ് എന്നുള്ളതും നമ്മൾ കേട്ടറിഞ്ഞു. സോ ഈ ഒരു അൺനെസസറി ആയിട്ടുള്ള ഈ ഒരു C-സെക്ഷൻ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്ന്, the couple should be encouraged to believe that they can deliver vaginally and the importance and the benefits of delivering vaginally. അത് the doctor should be able to convince them. അപ്പം നിസ്സാര കാരണത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും പേടിയാണ് ആൾക്കാർ. ചിലർ പറയാനുണ്ട്, ഞങ്ങൾക്ക് എന്നെ പരിശോധിച്ച് പോലും നോക്കണ്ട, ഉള്ളി പരിശോധിക്കേണ്ട, എനിക്ക് സിസേറിയൻ മതി എന്ന്. ദേ ആർ സോ എഫ്രെയ്ഡ് ഓഫ് എ നോർമൽ ഡെലിവറി. അതൊക്കെ കൗൺസിലിംഗ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ദെൻ അതർ ഫാക്ടേഴ്സ് വിച്ച് ഇപ്പോൾ ഉള്ളത് ഈ സിസേറിയൻ്റെ ട്രെൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഒന്ന്, ഇപ്പോൾ ഒരു ബിസി ഡോക്ടറാണ്. ഇതൊക്കെ ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, നോട്ട് ടെല്ലിങ് അബൌട്ട് എനി ഹോസ്പിറ്റലിലോ എനി ഡോക്ടേഴ്സ്. ഇപ്പോൾ ഒരു ബിസി കൺസൾട്ടൻ്റ് ആണെങ്കിൽ ആക്ച്വലി ഐഡിയലി ഇറ്റ് ഷുഡ് ബി എ ടീം വർക്ക്. നമ്മൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. പേഷ്യൻസ് പലപ്പോഴും അത് റിയലൈസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു 10-40 OPD കണ്ടു, അല്ലെങ്കിൽ 60 OP കണ്ടു, അത് കഴിഞ്ഞ് സിസേറിയൻ ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ ചെയ്യണം, ഇതെല്ലാം ചെയ്ത് ഇറ്റ് ഇസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ ഫോർ ദ ഡോക്ടർ ടു അറ്റൻഡ് എവറി ഡെലിവറി ഓർ ഡു എവറി കേസ്. ഇറ്റ് ഇസ് നോട്ട് ഹ്യൂമൻലി പോസിബിൾ. അപ്പോൾ അങ്ങനെ വരുമ്പം നാച്ചുറലായിട്ട് വിൽ ഷോർട്ട് കട്ട് നോക്കും. ഡോക്ടർക്ക് എത്ര ദിവസം ഒരു മാസത്തിൽ ഉറക്കമില്ലാതിരിക്കാൻ പറ്റും? അപ്പം മിക്ക ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ പേഴ്സൺ, 1-2 ആൾക്കാർ മാനേജ് ചെയ്യാൻ ഒരു ബിസി ഓബ്സ്റ്റെട്രിക് പ്രാക്ടീസ് ആണെങ്കിൽ നാച്ചുറലായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഡെലിവറിയൊക്കെ തീർക്കും. അപ്പോൾ രാവിലെ ഇൻഡ്യൂസ് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ പ്രസവിച്ചില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ദേ ലാൻഡ് അപ്പ് ഇൻ എ സിസേറിയൻ സെക്ഷൻ. പ്രോഗ്രസ് ഇല്ല, ഇല്ലെങ്കിൽ കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് സിസേറിയൻ ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. But if it's a teamwork, if one person is not there, the other person is there, that is the ideal situation where a team is there, a senior person is there, they're able to manage as a teamwork. Ultimate patient will benefit. That is one aspect. Second, patient awareness, relatives-ne എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം, പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വരാം. ഇപ്പം നമ്മളൊരു പേഷ്യൻ്റ് നോക്കി 1 മണിക്കൂറിനുള്ളിൽ പ്രസവിക്കുമെന്ന് പറയും, പെട്ടെന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വന്ന് പറയും കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് കുറവാണ്, സിസേറിയൻ വേണമെന്ന്. അപ്പം നാച്ചുറലായിട്ട് ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ദീസ് തിങ്സ് ഹാപ്പൻ. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രസവ സമയത്ത് ഹസ്ബൻഡ് കൂടെ നിൽക്കണം. സോ ദേ നോ വാട്ട് ഈസ് ഹാപ്പനിങ്, മിനിറ്റ് ടു മിനിറ്റോ എന്ത് സംഭവിക്കുന്നു, അമ്മയ്ക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ, ഡോക്ടേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസ്തത കൂടും അത്. So it is very important that husband or a close relative is there with the patient during labor. So that എന്തെങ്കിലും ഉണ്ടെങ്കിലും, because acute എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ പെട്ടെന്ന് there's always a misunderstanding. ഇല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ടായി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായാൽ ജനറൽ ട്രെൻഡ് ഇഞ്ചക്ഷൻ മാറ്റി കുത്തി, ഇല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ നഴ്സുമാർ എന്തെങ്കിലും അപാകത കാണിച്ചു എന്നുള്ള ഒരു ടെൻഡൻസിയാണ്, വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. സോ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആർ ഓൾസോ ബിക്കം ഡിഫെൻസീവ്. ഇപ്പോൾ ഒരു ചെറിയ കാരണത്തിന് പോലും ഉടനെ കേസും ഒക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ നിർബന്ധിച്ചാൽ ഡോക്ടേഴ്സിന് അവരെ സംബന്ധിച്ചോളം സിസേറിയൻ ഇസ് വെരി ഈസി, 1/2 മണിക്കൂറിന് തീർക്കാം. നമ്മൾ ഈ പാതിരയ്ക്കോ 8-10 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഇൻ എ വേ ദ ഡോക്ടേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു ഡു എ സിസേറിയൻ സെക്ഷൻ ബൈ മെനി പേഷ്യൻസ് ആൻഡ് ദർ റിലേറ്റീവ്സ്. ദറ്റ് ഈസ് ഓൾസോ എ ഫാക്ട്. ഇതെല്ലാം ഉണ്ട്. So all this put together, cesarean rate is increasing.
വൺ ഇസ് ദാറ്റ് ഡോക്ടേഴ്സ് ഓവർവർക്ക്ഡ്. ഇപ്പോൾ നമ്മളൊരു ടീം അല്ലാതെ ഒരു ഇൻഡിവിജ്വലിനെ മാത്രം നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ നാച്ചുറലി സിസേറിയൻ ഡേറ്റ്. പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് പ്രസവിപ്പിക്കാൻ നോക്കുക. ആൾക്കാർക്ക് ഡേറ്റ് നോക്കണം, ഇല്ലെങ്കിൽ സമയം നോക്കി പ്രസവിപ്പിക്കുക, അല്ലെങ്കിൽ ലീവ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടോ എന്തെങ്കിലും ചെയ്താൽ നാച്ചുറലി സിസേറിയൻ ഡേറ്റ് വിൽ ഇൻക്രീസ്. നമ്മളിപ്പോൾ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പ്രസവിപ്പിക്കുകയാണെങ്കിൽ സിസേറിയൻ റേറ്റ് ഡെഫിനറ്റ് ആയിട്ട് കൂടും. തേർഡ് ഈസ് യുവർ സ്ട്രെസ് ഫ്രം ദി റിലേറ്റീവ്സ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ടെൻഡൻസി ടു ബ്ലെയിം ദ ഡോക്ടേഴ്സ്. അങ്ങനെ വരുന്നത് ഡോക്ടേഴ്സ് ആർ ഗോയിങ് ഫോർ എ ഡിഫെൻസീവ് പ്രാക്ടീസ് ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ഇൻക്രീസ് ഇൻ ദ സിസേറിയൻ സെക്ഷൻ റേറ്റ് ടുഡേ. നോ ഡോക്ടർ ഈസ് വില്ലിംഗ് ടു ടേക്ക് എ റിസ്ക്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ഇൻക്രീസ് കൂടുന്നതുകൊണ്ടുള്ള ഒരു റീസൺ പല ഡയമെൻഷൻസിലുള്ള കാര്യങ്ങൾ സാറ് പറഞ്ഞു. അപ്പം എന്നാലും നമുക്കും അവെയർ ആയിട്ടിരിക്കാം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ ഇനി കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ ആണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് ഒരു ഡെലിവറിയെക്കുറിച്ച് ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ SK ജംഗ്ഷനിലൂടെ. നമുക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത് സ്ത്രീകൾ മാത്രമല്ല കേൾക്കേണ്ടത്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സിസേറിയൻ എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് Obbsetrics ആൻഡ് Gynaecology ഡിപ്പാർട്ട്മെന്റ് ഫ്രം മിറ്റര ഹോസ്പിറ്റൽ, തിലകം. സാർ, നമ്മളിപ്പം സിസേറിയനെ കുറിച്ച് പറഞ്ഞു. ഇതിനിടയിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയനും നോർമൽ ഡെലിവറിയും എല്ലാം ഒരുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ അത് നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ, എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളൊരു സിസേറിയനെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിയുള്ള പാർട്ട് എല്ലാം നമ്മളിപ്പം കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, എല്ലാം ഒരുപോലെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചത്. അപ്പം ഈ ആഫ്റ്റർ ഡെലിവറി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ പ്രസവരക്ഷ ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പ്രസവരക്ഷ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡെലിവറിക്ക് ശേഷം, അത് കുഞ്ഞിനും അമ്മയ്ക്കും എന്തുമാത്രം ഹെൽപ്ഫുൾ ആണ്, ബെനഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവരക്ഷ മോഡേൺ മെഡിസിൻ ഇതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടെ വിശദീകരിക്കാമോ? നമ്മൾ ഈ പ്രസവരക്ഷ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇറ്റ് ഇസ് ദെയർ ഫ്രം ഏൻഷ്യന്റ് ടൈംസ്. നമ്മളൊരു 70-80 വർഷം അല്ലെങ്കിൽ 100 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണിയായിരുന്നു. വി വർ ഓൾ അണ്ടർ നറിഷ്ഡ്. മിക്കവരും മെലിഞ്ഞ് തൊലിയിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന മാതിരി അല്ലെങ്കിൽ വണ്ണം വെച്ച് അങ്ങനെ ആൾക്കാരൊന്നും കാണാറില്ല. 8-10 കുടുംബങ്ങളുള്ള ആൾക്കാരുള്ള കുടുംബത്തിൽ അവസാനം എന്തെങ്കിലും കഴിക്കുന്ന സ്ത്രീകളായിരിക്കും. ദേ വർ മാൽനറിഷ്ഡ്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യത്തിന് കിട്ടാൻ വേണ്ടിയാണ് പണ്ടത്തെ കാലത്ത് ഈ പ്രസവരക്ഷ എന്നൊക്കെ പറയുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ആട്ടിൻ സൂപ്പോ, അന്ന് ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഭരണിക്കകത്ത് ഉണ്ടാക്കി കുഴിച്ചിടും, വേറെ ആർക്കും കൊടുക്കാതെ ഇവർക്ക് വേണ്ടി മാത്രം നെയ്യോ, അത് അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി പോലും ഫാറ്റ് ഇല്ലാത്തവർക്കാണ് ഈ കൊടുത്തിരുന്നത്. അന്നത്തെ കാലത്ത് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം സൂപ്പായിട്ടോ ബാക്കി ഭക്ഷണം, നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇപ്പം മാസത്തിലൊരു ദിവസമായിരിക്കും വല്ല ഇറച്ചിയോ മീനൊക്കെ വീടുകളിൽ ഉള്ളത്, ഇല്ലെങ്കിൽ വല്ല ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെയാണ്. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ദിവസവും ഇഷ്ടം പോലെ തിന്നുന്നുണ്ട്, ഇഷ്ടം പോലെ മധുരങ്ങളും ഒക്കെ കഴിക്കുന്നുണ്ട്. നോൺ വെജിന് ഒരു വീട്ടിലൊരു ക്ഷാമവും ഇല്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ആക്ച്വലി വി ആർ ഓവർ നറിഷ്ഡ്. അപ്പം നമ്മൾക്ക് ഇപ്പോഴത്തെ ഉള്ള ജനറേഷന് ഇപ്പം നമ്മുടെ OPയിൽ വരുന്നത് യു ഫൈൻഡ് മോർ ദാൻ 50% ഓഫ് ദ പീപ്പിൾ ദേ ആർ ഓൾറെഡി ഓവർ വെയ്റ്റ്. പണ്ടത്തെ വെച്ച് നോക്കുമ്പം പണ്ടൊക്കെ ഒരു 40 വർഷം മുമ്പ് പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് 1% ആൾക്കാർക്ക് ഗർഭിണികൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പം 20% ഗർഭിണികൾക്കും ഷുഗറുണ്ട്. അവർക്കൊക്കെ ഇനി നമ്മൾ ദയരക്ഷ ചെയ്യാൻ പോയി അങ്ങനെ ഇരിക്കും. സോ ആ കൺസെപ്റ്റ് ഇപ്പം മാറണം. ഇപ്പം നമ്മുടെ നാട്ടിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. സോ എക്സ്ട്രാ നറിഷ്മെൻറ്റ്, നെയ്യ്, സൂപ്പ്, ലേഹ്യം അതൊന്നും ശരിക്കും ഇപ്പോഴത്തെ ജനറേഷന് ആവശ്യമില്ല. ബട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കയറി തിരുമണ്ട. ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ഫിസിയോതെറാപ്പി. നമ്മൾ നോർമലി ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ പതുക്കെ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങാൻ പറയും. ഇപ്പം ആരെങ്കിലും നല്ല ചൂട് എണ്ണയൊക്കെ തേച്ച് നല്ലൊന്ന് കുളിപ്പിച്ച് തരാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് റിലാക്സേഷൻ. ശരീരം മുഴുവൻ വേദനയുണ്ടാവും. ഡെലിവറി കഴിഞ്ഞ് ആ വേദനയൊക്കെ മാറണമെങ്കിൽ ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 1 or 2 weeks. അപ്പം ആ സമയത്ത് നമുക്ക് ആരെങ്കിലും മസാജ് ചെയ്യുകയോ ഒരു എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഫീൽ ഫ്രഷ്, യു വിൽ ഫീൽ നൈസ്. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ വയറേ കയറി ഒരുപാട് തിരുമുക, ഞെക്കുക,
അതൊക്കെ പല സ്ഥലത്തും ഈ കുളിയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ദാറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. ആൻഡ് മെഡിസിൻസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി നോ. ഇപ്പോഴത്തെ ജനറേഷൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി. ഇനി ആർക്കെങ്കിലും നിർബന്ധമാണ്, ഇത് ആയുർവേദത്തിന് എതിരായിട്ടൊന്നുമല്ല, ഞാൻ ചിലപ്പോൾ ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്നുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ സ്റ്റേജിൽ ദേഹരക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷണലായിട്ട് സപ്പോർട്ടിൻ്റെ സ്പെഷ്യൽ ആവശ്യം ഇപ്പം ഇല്ല. നമ്മുടെ നാട്ടിൽ മിക്കവരും ഓവർ നറിഷ്ഡാണ്. എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ. സോ പേഴ്സണൽ ഒപ്പീനിയൻ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് എവറിബഡി ഷുഡ് ഫോളോ ഇറ്റ് ലൈക്ക് ദാറ്റ്. മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പണ്ടത്തെ കാലത്ത് ദേഹരക്ഷ എന്ന് പറഞ്ഞത് തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് പ്രസവരക്ഷ ആളുകൾ എടുത്തിരുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയുവാണെങ്കിൽ ഇതാണ് അതിൻ്റെ റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ ഇനി നമുക്ക് വേണമോ വേണ്ടേ എന്നുള്ളത് ഇനി അവരുടെ ഒരു ഓപ്ഷൻ, തീരുമാനം മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും സാറ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സിസേറിയനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഡെലിവറിയോടനുബന്ധിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ജയ്പാൽ ജോൺസൺ, HOD ഓഫ് ഒബ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. സാർ, നമ്മളിന്ന് സിസേറിയനെ കുറിച്ച് സംസാരിച്ചു. അതിൽ എന്താണ് എന്നുള്ളത്, എങ്ങനെയാണ് നമ്മുടെ നോർമൽ ഡെലിവറിയിൽ നിന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിച്ചു. സേഫാണ്, സുരക്ഷിതമാണ്, എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് സംസാരിച്ചു. ഇപ്പം കൂടി വരുന്ന ഈ ഒരു സിസേറിയൻ റേറ്റ് എന്തുകൊണ്ടാണ്, അതിൻ്റെ പല ഡയമെൻഷൻസ് നമ്മൾ കേട്ടു. അപ്പോൾ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവരോട് സാറിന് എന്താണ് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം സിസേറിയൻ ചെയ്യണമെന്നല്ല. ഐ അഡ്വൈസ് ആൻഡ് ബ്ലെസ് ഓൾ മൈ പേഷ്യൻസ് ടു ട്രൈ ഫോർ എ നോർമൽ ഡെലിവറി. ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഫോർ യു ആൻഡ് ഫോർ യുവർ ബേബി. അത്യാവശ്യ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓപ്പറേഷൻ ചെയ്യാം, ബട്ട് ഓൺലി ഇൻ എസെൻഷ്യൽ കേസസ്. ആൻഡ് ദാറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ദർ ഇസ് എ സ്മോൾ അഡീഷണൽ റിസ്ക് കമ്പയർഡ് ടു നോർമൽ ഡെലിവറി, ബട്ട് വി ആർ വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ മദർ ഓർ ദി baby. Third, trust your doctor to do the best for you and insist on a normal delivery as far as possible. സാർ, താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏപ്രിൽ മന്ത് സിസേറിയൻ അവയർനെസ് മന്തായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ ആചരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ. ഇപ്പോൾ ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള ധാരണകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ ഒന്ന് മാറി എന്താണ് ദ റൈറ്റ് വൺ എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി അവരുടെ ചോയ്സ് ആണ്. താങ്ക് യു സോ മച്ച്. സോ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. Thank you so much. 89.6 FM സർഗക്ഷേത്ര.